ഇതെന്താന്ന് മനസ്സിലായി? ഈ വാഴയിലേൻ്റെ ഉള്ളിലായിട്ട് നമ്മളുടെ ഉണ്ടല്ലോ നെയ്ച്ചോറും ബീഫും പരിപ്പും സാലഡും ഒക്കെ കൂടെ അങ്ങനെ കെട്ടിയതാട്ടാ. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ബീഫിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ബീഫ് എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് വിനീഗർ കൂടെ ചേർത്തിട്ടേ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് നേരെ ഒരു കുക്കറിലോട്ട് തട്ടിക്കോ, ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ബീഫ് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ കടുക്, ഉലുവ, ഉണക്കമുളക്, 2 സവാള നേരിയതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഈ സവാള ഉണ്ടല്ലോ വഴറ്റി തുടങ്ങിയപ്പോഴും ഞാൻ ഓർത്തേ തേങ്ങാക്കൊത്തിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഈ സവാളമൊക്കെ അങ്ങോട്ട് സൈഡൊക്കെ തിരിച്ച് അതിൻ്റെ സെൻറ്ററിലായിട്ട് തേങ്ങാക്കൊത്തിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പകുതി തക്കാളിയോടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വിത്ത് സ്റ്റോക്ക് വാട്ടറായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളമൊക്കെ നമ്മൾ കുറുകി വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ഗരം മസാലപ്പൊടി, മല്ലിയിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ആ ഒരു കുരുമുളകിൻ്റെ പൊടി. ആശാനുണ്ടല്ലോ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ. ഇനി ഉണ്ടല്ലോ ഒരു വാഴ അങ്ങോട്ട് എടുത്തിട്ട് വാട്ടിയെടുക്കണം. അതിൻ്റെ അകത്തേക്ക് നെയ്ച്ചോറ് വെച്ച് കൊടുക്കുക, നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് പരിപ്പ് ഒഴിച്ചിട്ടുണ്ട്, അച്ചാറൊന്നും ഉണ്ടായില്ല വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അങ്ങോട്ട് പൊതി കെട്ടിയിട്ടേ കുറഞ്ഞത് ഒരു 1-2 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം സമാധാനത്തിൽ കഴിക്കാനേ നമുക്ക്. ശരിക്കും ഉണ്ടല്ലോ ഈ വാഴല ഇങ്ങനെ തുറക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു മണം ഇങ്ങനെ അടിക്കും. നമ്മുടെ ബീഫിൻ്റെ നെയ്ച്ചോറിൻ്റെയും ഈ ഒരു ഇല വാട്ടിയതിൻ്റെ ഒക്കെ ശരിക്കും